ആർട്ടിക് മഞ്ഞുപാളികളുടെ വിശാലമായ ഈ വെളുത്ത ലോകത്ത് അതിജീവനത്തിനായി ഒരു മുസ്ക് കാളക്കൂട്ടം പലായനം ചെയ്യുന്നു. വിശന്നു വലഞ്ഞ ഒരു ഹിമക്കരടി, ഗ്രിസ്ലി ബെയർ വേട്ട തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൂട്ടത്തിന്റെ വേഗതയെ മറികടക്കാൻ സാധിക്കാതെ ഒരു കാളക്കുട്ടി പിന്നിലായി പോകുന്നു. ശക്തനും തന്ത്രശാലിയുമായ വേട്ടക്കാരൻ അവസരം പാഴാക്കുന്നില്ല. പ്രകൃതിയുടെ നിയമം ക്രൂരമാണ്. ഏറ്റവും ദുർബലമായവ ഇരയാകും. രക്ഷപ്പെട്ട മുതിർന്ന കാളകൾ ജീവൻ രക്ഷിക്കാൻ ചിതറിയോടുന്നു. എന്നാൽ ഈ ഭയവിഹ്വലമായ ഓട്ടത്തിനിടയിൽ മറ്റൊരു കാളക്കുട്ടിക്ക് അതിന്റെ അമ്മയെ നഷ്ടപ്പെടുന്നു. ഇതാ ഒറ്റപ്പെട്ടുപോയ മറ്റൊരു പിഞ്ചുജീവി. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പോലുമുള്ള വിവേകം നേടാത്ത ആ കുഞ്ഞ് സമീപത്ത് നിൽക്കുന്ന കരടിയെ ഭയക്കുന്നില്ല. ഒരുപക്ഷേ അമ്മയുടെ സാമീപ്യം പ്രതീക്ഷിച്ചാകാം അത് വേട്ടക്കാരന്റെ അടുത്തേക്ക് നടന്നടുക്കുന്നത്. എന്നാൽ കരടിക്കതൊരു മൃദുവായ ഇര മാത്രമാണ്. കരടിക്ക് സാധിക്കുന്നത്രയും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക എന്ന വേട്ടയുടെ സ്വാഭാവിക ചോദന ഇവിടെ നടപ്പാക്കപ്പെടുന്നു. കൂട്ടത്തിലെ ഏറ്റവും പുതിയ അംഗങ്ങൾ അതിജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്നു. രക്ഷപ്പെട്ട കാളകളുടെ കൂട്ടം ദൂരെ ഗൊരിഷന്ത്രായി ഓടിമറയുന്നു. ക്ഷീണിതനും അവശനുമായ ഒരു കാളക്കുട്ടിക്ക് ഇപ്പോൾ കൂട്ടത്തെ പിന്തുടരാൻ ശക്തിയില്ല. നിസ്സഹായനായി അത് മഞ്ഞിൽ വീഴുന്നു. മുസ്ക് കാളക്കുട്ടികളിൽ 90% തങ്ങളുടെ ആദ്യവർഷം അതിജീവിക്കാതെ പോകുന്നുവെന്നാണ് കണക്ക്. കഠിനമായ കാലാവസ്ഥയും വേട്ടക്കാരും ഒറ്റപ്പെടലുമാണ് ഈ ദുർബല ജീവികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. പരിക്കില്ലാത്ത ഒരു കുഞ്ഞിനുപോലും അമ്മയില്ലാതെ തുന്ദ്രയിൽ പിടിച്ചു നിൽക്കുക എളുപ്പമല്ല. എന്നാൽ പ്രതീക്ഷയുടെ ഒരു കാഴ്ചയുമുണ്ട്. ദൂരെ പലായനം ചെയ്ത കാളകളുടെ കൂട്ടത്തിലേക്ക് ഒരു കാളക്കുട്ടി അതിന്റെ അമ്മയുടെ അടുത്തേക്ക് തിരികെയെത്തി വീണ്ടും ഒന്നിക്കുന്നു. ഇവയിൽ ചെറിയൊരു ശതമാനം കുഞ്ഞുങ്ങൾ പോലും പ്രായപൂർത്തിയാകാൻ കഴിഞ്ഞാൽ ഈ കൂട്ടത്തിന്റെ നിലനിൽപ്പും ഭാവിയും സുരക്ഷിതമായി. ഇതാണ് ആർട്ടിക് തുന്ദ്രയുടെ കഠിനമായ അതിജീവനപാത.